ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ലക്ഷ്മിയോടും അക്ബറിനോടും അവർ തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബറും ലക്ഷ്മിയും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ലാലേട്ടൻ ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു അവർ തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച്. അതായത് ലക്ഷ്മി അതിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തവരാണെന്നും ജോലിയില്ലാത്തവരാണെന്നും തൻ്റെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരുമാണെന്നൊക്കെയാണ് ലക്ഷ്മി അക്ബറിനോട് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ ലാലേട്ടൻ പ്രതികരിക്കുന്നുണ്ട്. ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്മാർ, ആരാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തവർ, ആരാണ് ജോലിയില്ലാതെ നിൽക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ ലക്ഷ്മിക്ക് എന്താ ജോലിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പിന്നെ ആരാ ജോലി ചെയ്യാതെ ഇവിടെ ജീവിക്കുന്നത്, ആരെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്? ചോദിക്കുന്നതിന് ഉത്തരം തരുവാനൊക്കെ മോഹൻലാൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ലക്ഷ്മി ഒന്നും തന്നെ മിണ്ടുന്നില്ല. ലക്ഷ്മി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടും ഹൗസിലുള്ളവരാരും തന്നെ പ്രതികരിച്ചിട്ടില്ലെന്നും പറഞ്ഞ് മോഹൻലാൽ എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട്. വെറുതെ അനാവശ്യമായി പ്രശ്നമുണ്ടാക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ ആവശ്യത്തിന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റിന് പ്രതികരിക്കാൻ അവിടെ കുറേ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ആരും തന്നെ പ്രതികരിച്ചിട്ടില്ലെന്നും ആരും തന്നെ ഒന്നും മിണ്ടിയിട്ടില്ലെന്നും പറഞ്ഞ് ലാലേട്ടൻ എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ, ആരെക്കുറിച്ചാണ് ലക്ഷ്മി പറയുന്നത് അറിയോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ മിണ്ടുന്നില്ല. എന്നിട്ട് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. എന്നാൽ അനീഷിന് ഇതൊന്നും അറിയുന്നില്ല. എന്നിട്ട് അഭിലാഷിനോട് ചോദിക്കുന്നു. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഞാൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്, ആദില നൂറയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. മുമ്പും ലക്ഷ്മി മസ്താനും ഇതിനെക്കുറിച്ച് തന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന് അഭിലാഷ് പറയുന്നു. അങ്ങനെ ലാലേട്ടൻ മസ്താനിയോടും ചോദിക്കുന്നുണ്ട് എന്താണ് മസ്താനിയുടെ പ്രശ്നമെന്ന്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട് എനിക്കിത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന്. അപ്പോൾ ഹൗസിലുള്ളവരെല്ലാം ലാലേട്ടന് വേണ്ടി കൈയടിക്കുന്നുണ്ട്. അടുത്തതായി ലാലേട്ടൻ ആദിലോട് ചോദിക്കുന്നുണ്ട് എന്താണ് താങ്കളൊന്നും മിണ്ടാതിരുന്നത്, ആദിലൊക്കെ ഒന്നും കേട്ടിട്ടില്ലേ, ആദിലെന്താ ഒന്നും പ്രതികരിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട് ഞാൻ ടാസ്ക് കഴിഞ്ഞ് വന്ന് ഫ്രസ്ട്രേഷനിലിരിക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല, ഇപ്പോൾ ഈ വീഡിയോയിലാണ് ഞാൻ കണ്ടത്. മുമ്പും ലക്ഷ്മിയും മസ്താനും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അവരെ കൊന്നുകളയുമെന്നാണ് ഇവർ പറഞ്ഞത്. വീണ്ടും മോഹൻലാൽ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. പക്ഷെ അപ്പോഴും ലക്ഷ്മിയുടെ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. ലെസ്ബിയൻ എന്നൊരു കൺസെപ്റ്റ് നോർമലൈസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഇതെൻ്റെ മോൻ കാണുന്ന ഷോ ആണെന്നും അവനത് കണ്ടാൽ ഇൻഫ്ലുവൻസ് ആവും എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. എന്നാൽ ഇത് കേട്ട് ലാലേട്ടന് ദേഷ്യം വരുന്നുണ്ട്. മോന് കാണാൻ പറ്റാത്ത ഷോ ആണെന്ന്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇവിടെ നിൽക്കേണ്ട എന്നും പറഞ്ഞ് മസ്താനിയോടും ലക്ഷ്മിയോടും ലാലേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ലാലേട്ടൻ പ്രവീണിനോടും ഒനിലിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ ലക്ഷ്മിക്കെതിരായിട്ടാണ് പ്രതികരിക്കുന്നത്. പിന്നീട് ആദില പറയുന്നുണ്ട് ഞങ്ങളിവിടെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് വന്നതെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ ഈ വീട്ടിലുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യണമായിരുന്നു. ഞങ്ങളും കുട്ടികളായിരുന്നപ്പോൾ ഗേ എന്താണെന്നോ ലെസ്ബിയൻ എന്താണെന്നോ എന്നറിയാതെയാണ് ജീവിച്ചത്. വളർന്നു വലുതായി ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴാണ് ഞങ്ങൾ ലെസ്ബിയൻ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്. എന്ന് വെച്ച് ബാക്കിയുള്ളവരും കുട്ടികളും ഞങ്ങളിൽ ഇൻഫ്ലുവൻസ് ആവുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആ ഒരു ചിന്താഗതി മാറ്റാൻ മസ്താനിയോടും ലക്ഷ്മിയോടും ഒന്ന് പറയണം. ഇനിയെങ്കിലും അത്തരം ഒരു ചിന്താഗതി മനസ്സിൽ കൊണ്ട് നടക്കരുതെന്ന് മസ്താനിയോടും ലക്ഷ്മിയോടും ആദില പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ലക്ഷ്മിയുടെയും മസ്താനിയുടെയും ഭാഗത്താണോ, ആദിലയുടെയും നൂറയുടെയും ഭാഗത്താണോ?